1996 2001 കാലഘട്ടത്തിൽ കേരളത്തിലെ റവന്യൂ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് CPIയുടെ മുതിർന്ന നേതാവായ KE ഇസ്മായിൽ. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്, അതായത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് പുറത്താക്കലിലേക്കുള്ള ആദ്യപടിയായാണ് ബിനോയ് വിശ്വം ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറവൂരിലെ മുൻ MLA ആയിരുന്ന P രാജു, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവം, അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ CPI നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് KE ഇസ്മായിൽ നേരത്തെ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി KE ഇസ്മായിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. KE ഇസ്മായിൽ കൃത്യമായി പറയുകയാണ്, CPIയിൽ കുറേയധികം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ കടന്നുകൂടിയിരിക്കുകയാണ്. അവർക്ക് എങ്ങനെയും ഈ പാർട്ടിയെ തകർക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. CPIയെ കൃത്യമായും തകർക്കാൻ പിണറായി വിജയനും സംഘവും കുറേ നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് KE ഇസ്മായിൽ അടക്കമുള്ള നേതാക്കൾ പരോക്ഷമായി പറയുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്കറിയാം, KE ഇസ്മായിൽ കോൺഗ്രസിനെ പുകഴ്ത്തി പല കാര്യങ്ങളും പറഞ്ഞു. ഇന്ത്യൻ്റെ രാഷ്ട്രീയത്തിൽ CPIയും കോൺഗ്രസും സഹകരിക്കുന്നതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. ആകെ CPIക്ക് 2 ലോക്സഭാ അംഗങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്നും ഉള്ളത്. അത് കോൺഗ്രസിൻ്റെയും DMKയുടെയും പിൻബലത്തിലാണ്. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസിനെ എതിർക്കുന്നു? CPIക്ക് കേരളത്തിൽ കൊടുത്ത 4 സീറ്റുകൾ, അതിൽ പ്രധാനപ്പെട്ട സീറ്റുകൾ തിരുവനന്തപുരത്തും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും എങ്ങനെയാണ് CPIM BJPയെ സഹായിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യമാണ് KE ഇസ്മായിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കള്ളക്കളികൾ ഒന്നും തന്നെ വെച്ച് പൊറിപ്പിക്കാത്തവരെ CPIക്കാർ ഇഷ്ടപ്പെടുന്നില്ല. CPIയിലെ പല നേതാക്കളും അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. പലരും പെയ്ഡ് സ്ഥാനാർത്ഥികളാകാൻ ശ്രമിക്കുന്നു. പുറത്തുനിന്ന് വന്ന ആളുകളെയൊക്കെ പെയ്ഡ് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു റോള് CPI എടുത്തു തുടങ്ങിയിട്ട് കുറേ കാലമായി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ CPI ഒരു പാർട്ടി കാൻഡിഡേറ്റിനെ അല്ല നിർത്തിയത്, പകരം ബെനറ്റ് എബ്രഹാം എന്ന ഒരു പെയ്ഡ് കാൻഡിഡേറ്റ്, കാരക്കോണം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറിനെ, അദ്ദേഹത്തിൻ്റെ സഭാ ഇൻഫ്ലുവൻസ് ഉൾപ്പെടെ കൊണ്ടാണ് അദ്ദേഹത്തിനെ നിർത്തിയത്. ഇത്തരത്തിൽ നിരവധിയായ സംഭവങ്ങളിൽ പല നേതാക്കൾക്കും വലിയ രീതിയിലുള്ള പങ്കുണ്ട്. ഇതൊക്കെ വിളിച്ചു പറയുന്ന വ്യക്തികളെ എപ്പോഴും ആക്ഷേപിക്കുക, അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യും. 70 കൊല്ലമായി പാർട്ടി പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് അവസാന ശ്വാസം വരെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമെന്നും എന്നാൽ CPIയിൽ അംഗമായിരിക്കുമോ എന്ന് പറയാൻ കഴിയില്ല എന്നുമാണ് KE ഇസ്മായിൽ തുറന്നടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മുഹമ്മദ് മുഹസിൻ അടക്കമുള്ള പല CPI നേതാക്കളും കോൺഗ്രസിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ്. KE ഇസ്മായിൽ കൃത്യമായി പറയുന്നു, CPIക്ക് ഇനി ഒരു ഭാവിയില്ല, എല്ലാം പിണറായി വിജയൻ തുലച്ചു കളഞ്ഞിരിക്കുകയാണ്. CPIയെ തകർക്കാൻ BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കി CPI മത്സരിക്കുന്ന പല നിയോജക മണ്ഡലങ്ങളിലും അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് KE ഇസ്മായിൽ തുറന്നു പറഞ്ഞതിനാണ് അദ്ദേഹത്തിന് മുൻപും പാർട്ടി വിചാരണ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്.